Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. സ്വാഗതം. ഫാനോ പമ്പോ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ളിലെ മോട്ടോർ എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാന്തികമണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരു ചാലകത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് ഇതിന് കാരണം. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഈ ആശയം നമുക്കിന്ന് പഠിക്കാം. ചോദ്യത്തിന്റെ ആദ്യ ഭാഗം നോക്കാം. ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം പ്രസ്താവിക്കുക. രണ്ടാമതായി, കാന്തികമണ്ഡലത്തിലുള്ള ഒരു ചാലകത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശ കണ്ടെത്താൻ ഈ നിയമം ഉപയോഗിക്കണം. കൂടാതെ ഒരു ഇലക്ട്രോൺ വന്നാൽ എന്ത് സംഭവിക്കുമെന്നും കണ്ടെത്തണം. ആദ്യമായി നിയമം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നിങ്ങളുടെ ഇടതുകൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി, അതായത് 90 ഡിഗ്രിയിൽ പിടിക്കുക. ഇനി ഇത് എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ ചൂണ്ടുവിരൽ കാന്തികമണ്ഡലത്തിന്റെ ദിശയിലും നടുവിരൽ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയിലുമാണെങ്കിൽ, നിങ്ങളുടെ തള്ളവിരൽ ആ ചാലകത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശയെ കൃത്യമായി സൂചിപ്പിക്കും. സ്ക്രീനിലെ ചിത്രം ശ്രദ്ധിച്ചാൽ ഈ 3 ദിശകളും എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. നിങ്ങളും ഇടതുകൈ ഉപയോഗിച്ച് ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി ഇതൊന്ന് പ്രായോഗികമായി നോക്കാം. കാന്തികമണ്ഡലത്തിലുള്ള ചാലകത്തിലൂടെ കറന്റ് കടന്നുപോകുമ്പോൾ അതിന് സ്ഥാനാന്തരം സംഭവിക്കുന്നു. അതായത് അതിൽ ഒരു കാന്തികബലം അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാണ്. എന്നാൽ കറന്റ് പോകുന്ന അതേ ദിശയിൽ ഒരു ഇലക്ട്രോൺ സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും? ചാലകത്തിൽ അനുഭവപ്പെട്ട ബലത്തിന് നേരെ വിപരീത ദിശയിലായിരിക്കും ഇലക്ട്രോണിൽ ബലം അനുഭവപ്പെടുക. കാരണം എന്താണെന്നോ? വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ എപ്പോഴും ഇലക്ട്രോണുകളുടെ സഞ്ചാരത്തിന് വിപരീതമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ബലത്തിന്റെ ദിശയും മാറും. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഹാപ്പി ലേണിംഗ്.